കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുന്നവർക്ക് നേർച്ച വസ്തുക്കളുടെ കൂടെ ഒരു ബോട്ടിൽ ഉപ്പ് നമുക്ക് അവിടുന്ന് ലഭിക്കുന്നുണ്ട്. ഈ ഉപ്പ് ഒത്തിരി പേർക്കും ഇത് എങ്ങനെ ഉപയോഗിക്കാം, എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, എങ്ങനെ ഉപയോഗിക്കാം എന്ന് വ്യക്തതയില്ല. അതുകൊണ്ട് ഈ ഉപ്പ് എങ്ങനെ ഉപയോഗിക്കാം, നമുക്ക് ഏതൊക്കെ പർപ്പസിന് ഈ വിശുദ്ധമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉപ്പ് ഉപയോഗിക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ ഈ ഉപ്പ് ഉപയോഗിക്കേണ്ടത് ഒരു കപ്പ് വാട്ടറിനകത്ത് 2-3 ഗ്രെയിൻസ്, 2-3 ഉപ്പിൻ്റെ കണികളുണ്ടല്ലോ, ആ ഉപ്പ് ഗ്രെയിൻസായിട്ട് ആഡ് ചെയ്തിട്ട് ആ വെള്ളം നമുക്ക് ഓരോ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നതിന് മുൻപ് നമ്മൾ വിശ്വാസത്തോടു കൂടി ഒരു വിശ്വാസ പ്രമാണം 3 സ്വർഗസ്ഥനായ പിതാവേ, 3 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലിയതിന് ശേഷം പ്രാർത്ഥനയോടെ വിശ്വാസത്തോടും കൂടി വേണം ഈ ഉപ്പ് ചേർത്ത വെള്ളം ഉപയോഗിക്കാൻ. ഇപ്പം രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഉപ്പ് ചേർത്ത വെള്ളം, അത് ബ്ലെസ്ഡ് ആയിട്ടുള്ള ആ വെള്ളം നമുക്ക് ഉപയോഗിക്കാം. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ശാരീരിക അസ്വസ്ഥത വന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ട് ഈ വാട്ടർ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഈ ഉപ്പ് ചേർത്ത വെള്ളം, ബ്ലെസ്ഡ് ആയിട്ടുള്ള ഈ വെള്ളം നമുക്ക് ഇപ്പം എന്തെങ്കിലും കൃഷി സ്ഥലത്ത് എന്തെങ്കിലും കീടങ്ങളുടെ ശല്യമോ അല്ലെങ്കിൽ കൃഷി നശിക്കുന്ന ആ സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം. പിന്നെ ഒരു സിറ്റുവേഷൻ, എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു പൈശാചിക ശക്തി, അതിൻ്റെ മോചനത്തിന് വേണ്ടിയിട്ടും ഈ വെള്ളം നമുക്ക് പ്രാർത്ഥനയോടുകൂടി യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു നെഗറ്റീവ് എനർജി പൂർണ്ണമായും മാറ്റി അവിടെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രസൻസ് കൊണ്ടുവരാനും ഒക്കെ ഈ ബ്ലെസ്ഡ് ആയിട്ടുള്ള വാട്ടറിന് അതിൻ്റേതായ ഒരു പവറുണ്ട്. അതുപോലെ നമ്മുടെ വീടിൻ്റെ കോർണേഴ്സ്, അല്ലെങ്കിൽ അധികം ആൾക്കാരും നമ്മൾ നടന്നു പോകുന്ന ആ പാത്ത് അല്ലാതെ അധികം ആൾക്കാരുടെ ഒരു പ്രസൻസ് വരാത്ത കോർണേഴ്സ്, വീടിൻ്റെ മുറികളുടെയൊക്കെ കോർണേഴ്സിലും 2-3 ഗ്രെയിൻസ് ഓഫ് സോൾട്ട് വെക്കുന്നത് നല്ലതാണ്. ആ വീടിന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനും, എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് പ്രസൻസ് വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ മാറാനും ആ മാതാവിൻ്റെ ഒരു സംരക്ഷണവും കരുതലും ഒക്കെ നമുക്ക് വീടിനും വീട്ടിലിരിക്കുന്ന കോമ്പൗണ്ടിനും ഒക്കെ ലഭിക്കാനും ഒക്കെ നമ്മുടെ ആ കോർണേഴ്സ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ നടക്കുന്ന വഴിയിലൂടെ ഇടരുത്, നടക്കുന്ന ആ ഒരു പാത്തിൽ വിതറരുത്. ജസ്റ്റ് എന്തെങ്കിലും ഒരു വീടിൻ്റെ കോർണർ അല്ലെങ്കിൽ ജസ്റ്റ് മുകൾ ഭാഗത്തോ ഒക്കെ നമ്മുടെ ആ ഒരു നടന്നു പോകുന്ന ആ വഴിയല്ലാതെ വരുന്ന കോർണേഴ്സും അല്ലെങ്കിൽ ടോപ്പിലോ ഒക്കെ ഈ ഉപ്പിൻ്റെ ഓരോ 2-3 ജസ്റ്റ് അത്രയും ഉപ്പ് വെക്കുന്നത് നമ്മുടെ ആ ഒരു വീടിന് ആ ഒരു പോസിറ്റിവിറ്റിയും, വീടിന് ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു സമാധാനമില്ലാത്ത വീടുകളോ അല്ലെങ്കിൽ കുടുംബ കലഹങ്ങളുള്ള വീടുകൾ, അങ്ങനെ പല പ്രശ്നങ്ങൾ, ഓരോ ആൾക്കാരുടെയും പ്രോബ്ലംസ് ഡിഫറെൻ്റ് ആണ്. കുടുംബ സമാധാനത്തിന് വേണ്ടിയിട്ട്, രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ട്, ഇപ്പോൾ ജോലിയില്ലാത്ത പ്രശ്നങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, അങ്ങനെ പലതായിരിക്കും. ഓരോ ആൾക്കാർക്കും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസും അനുഭവങ്ങളുമാണ്. അപ്പം നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താണോ അത് മാറുന്നതിനായിട്ട്, നിങ്ങളുടെ വീടിന് ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതിനും ഒക്കെ ഈ ഉപ്പ് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടു കൂടി ഇങ്ങനെ വീടിൻ്റെ ഓരോ കോർണേഴ്സിൽ നമ്മൾ 2-3 കണി ഉപ്പ് വെക്കുന്നത് നല്ലതാണ്. അതും ഉപ്പ് തരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു വിശ്വാസ പ്രമാണവും 3 സ്വർഗസ്ഥനായ പിതാവും 3 നന്മ നിറഞ്ഞ മറിയവും വിശ്വാസത്തോടു കൂടി ചൊല്ലിക്കൊണ്ട് വേണം, അത്രയും പ്രാർത്ഥനയോടു കൂടി വേണം നമ്മൾ ഈ ഉപ്പ് ഈ വീടിൻ്റെ ഓരോ ഭാഗങ്ങളിൽ വെക്കാൻ. പിന്നെ വേറെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുടുംബത്തിൽ മദ്യപാന്മാരുണ്ടെങ്കിൽ, ഇപ്പം തന്നെ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ അതിലും പ്രാർത്ഥന റിക്വസ്റ്റായിട്ട് കാണാൻ സാധിക്കും. കുടുംബനാഥന്മാരുടെ മദ്യപാനം മാറുന്നതിനായിട്ടും ഒക്കെയുള്ള ഒത്തിരി പ്രാർത്ഥന നിയോഗങ്ങൾ വരുന്നുണ്ട്. ഞാൻ എൻ്റെ പ്രാർത്ഥനയിലും അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അതുപോലെയുള്ള കുടുംബത്തിൽ അങ്ങനെ
മദ്യപാന്മാരുണ്ട്, അല്ലെങ്കിൽ മദ്യപാനത്തിൽ നിന്നും മോചനം പ്രാപിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർ നമുക്ക് ഈ ഉപ്പ്, ഈ ബ്ലെസ് ചെയ്ത ഉപ്പ് അവരറിയാതെ ജസ്റ്റ് ഫുഡിനകത്ത് കൊടുക്കുമ്പം കുറച്ച് ജസ്റ്റ് ആ ഉപ്പ് ഫുഡിലൊന്ന് 2-3 ഗ്രെയിൻസ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതും ഫുഡ് കൊടുക്കുന്നതിന് മുൻപ്, നമ്മൾ ആ ഉപ്പ് ആഡ് ചെയ്യുന്നതിന് മുൻപ് ഒരു വിശ്വാസ പ്രമാണവും 3 സ്വർഗ്ഗസ്ഥനായ പിതാവും 3 നന്മ നിറഞ്ഞ മറിയവും ചൊല്ലി പ്രാർത്ഥിച്ച് വിശ്വാസത്തോടു കൂടി വേണം നമ്മൾ ഈ ഫുഡ് അവർക്ക് സെർവ് ചെയ്യാൻ. അങ്ങനെ അതൊരു അത്ഭുതമാണ്. അതിനകത്ത് അവർക്ക് ഒരു ചേഞ്ച് അവരുടെ ലൈഫിൽ വരും. നിങ്ങൾ പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക, പ്രാർത്ഥനയോടുകൂടി ചെയ്ത് അതുപോലെ അത്രയും തന്നെ വിശ്വാസത്തോടു കൂടി വേണം ചെയ്യാൻ. എനിക്കിത് എൻ്റെ മാതാവ് എനിക്കത് എൻ്റെ ഈശോ വഴി എനിക്കത് നടത്തിത്തരും, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ മകൻ്റെ അച്ഛൻ്റെ ആരുടെ ആണെങ്കിലും ഇന്നയാളുടെ പേര് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്നയാളുടെ മദ്യപാനം എൻ്റെ മാതാവ് പൂർണ്ണമായും മാറ്റിത്തരും, അവർക്ക് പൂർണ്ണമായ ഒരു മുക്തി, മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണമായ ഒരു മുക്തി എൻ്റെ മാതാവ് കൊടുക്കും എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഉപ്പ് അവരുടെ ഭക്ഷണത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ കൃപാസനത്തിൻ്റെ തന്നെ സാക്ഷ്യങ്ങൾ, ഒത്തിരി സാക്ഷ്യങ്ങൾ നമുക്ക് കൃപാസനത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റിൽ ഒത്തിരി സാക്ഷ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവർ ഡേ ബൈ ഡേ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഒത്തിരി സാക്ഷ്യങ്ങൾ. അതിൽ എനിക്ക് ടച്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള സാക്ഷ്യങ്ങളിൽ കുറച്ച് സാക്ഷ്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഒരു ആൻറ്റി ഷെയർ ചെയ്തേക്കുന്നത്. അവരുടെ ഒരു വാഴ കൃഷിത്തോട്ടമായിരുന്നു അവർക്ക്. ആ വാഴ കൃഷിത്തോട്ടത്തിൽ മിക്കവാറും ഈ പന്നികളുടെ ശല്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഒത്തിരി എക്സ്പെക്റ്റേഷനോടെ കൂടി കൃഷി ചെയ്യുന്ന വാഴകളാണ്. അപ്പോൾ പന്നി വന്ന് അറ്റാക്ക് ചെയ്ത് അവർക്ക് ആ വാഴകൾ മൊത്തത്തിലേ അത് അറ്റാക്ക് ചെയ്തും കൊണ്ടുപോകുക. പിന്നെ അവർക്ക് അതിനകത്തുനിന്ന് ഒരു പ്രോഫിറ്റും അവർക്ക് ലഭിക്കുന്നില്ല. അങ്ങനെ അവരൊരു സ്ട്രഗിൾ ചെയ്തിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ അവർക്കൊരു വിശ്വാസമുള്ള ഒരു ആൻറ്റി ആയിരുന്നു. അങ്ങനെ ആ ആൻറ്റി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് കൃപാസനത്തിൽ നിന്ന് ലഭിച്ച ഉപ്പെടുത്ത് കുറച്ച് വെള്ളത്തിനകത്ത് കുറച്ച് തുള്ളി ഉപ്പ് ആഡ് ചെയ്തു. എന്നിട്ട് ഈ വാഴക്കൃഷിത്തോട്ടത്തിന് വേലി കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വേലിക്ക് ചുറ്റും ഈ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് തന്നെ ഈ വേലിക്ക് ചുറ്റും ഈ വെള്ളം തളിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ച് ഒരു സംരക്ഷണ വലയം, ആ ഒരു കൃഷിത്തോട്ടത്തിന് ഒരു സംരക്ഷണ വലയമായിട്ട് ഈ ഉപ്പ് ചേർത്ത ആ വെള്ളം തളിച്ചു. അപ്പം ആ ഒരു കൃഷിത്തോട്ടത്തിന് ഒരു സംരക്ഷണ വലയമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. എന്നിട്ട് ആൻറ്റി പറയുകയാണ്, അതിനുശേഷം ഈ ഉപ്പ് തളിച്ചു, അതിനുശേഷം അവരുടെ ഒരു വാഴ പോലും അവർക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അവർക്ക് ആ വാഴ, അത് കഴിഞ്ഞ് പിന്നെ ഈ പന്നിയുടെ ശല്യം അവരുടെ ആ ഒരു കൃഷിത്തോട്ടത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. അവരുടെ എല്ലാ കൃഷികളും ഒത്തിരി പ്രോഫിറ്റിലായി. ആ വാഴകൾ എല്ലാം അവർക്ക് ഒന്നും നശിക്കാതെ എല്ലാ വാഴകളും ലഭിച്ചു എന്നൊരു അത്ഭുത സാക്ഷ്യം ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഒത്തിരി എന്താ പറയുക, ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നുന്ന സാക്ഷ്യങ്ങളാണ്. അത്രയും ഒരു പവറുണ്ട് ആ ഒരു പ്രൊട്ടക്ഷൻ. ഈ മാതാവിൻ്റെ നമ്മളെ ഈ നേർച്ച വസ്തുക്കൾക്കെല്ലാം ഉണ്ട് ഒരു പ്രൊട്ടക്ഷൻ, ഒരു വലയമുണ്ട്. ആ ഒരു വലയം നമുക്ക് ചുറ്റും ലഭിക്കുന്നു. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാണ് മാതാവ്. നമുക്ക് ചുറ്റും നിന്ന് നമ്മളെ സംരക്ഷിച്ച് മാതാവിൻ്റെ ആ ഒരു സംരക്ഷണ വലയത്തിലായിരിക്കും നമ്മളുണ്ടായിരിക്കുന്നത്. അത് ഒരു സാക്ഷ്യം. പിന്നെയുള്ള ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൻറ്റിക്ക് ഈ പറഞ്ഞ അലർജിയുടെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ അലർജിയുടെ ഇഷ്യൂ ഒത്തിരി നാളെടുത്തിട്ടുള്ള ഒരു അലർജി ഇഷ്യൂ ആണ്. ഒത്തിരി ട്രീറ്റ്മെൻറ്റ് ചെയ്തു, എന്നാലൊന്നും ഒരു മാറ്റം ഇല്ലായിരുന്നു. അപ്പം ഈ ആൻറ്റിക്ക് ഒത്തിരി വിശ്വാസമുള്ള ഒരു ആൻറ്റിയാണ്. ആ ആൻറ്റി കുളിക്കുന്ന വെള്ളത്തിനകത്ത് ഈ ഉപ്പ് ചേർത്ത് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഉപ്പ് ചേർത്ത് ആ ഉപ്പ് ജസ്റ്റ് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത്, ഉപ്പ് എന്ന് പറയുമ്പോൾ ഒത്തിരി ഒന്നും ആഡ് ചെയ്യേണ്ട, കുറച്ച് മതി. അപ്പോൾ ആഡ് ചെയ്തിട്ട് ആ വെള്ളത്തിൽ കുളിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ആ ആൻറ്റിയുടെ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ആ ഒരു അലർജി മാതാവ് എടുത്തു കളഞ്ഞു. അത് വേറൊരു ഇൻസിഡൻ്റാണ്. പിന്നെയുള്ള അടുത്തൊരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരാളുടെ കിണറിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പറ്റി. ആ ഒരു ടൈമിൽ ഈ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് കിണറ്റിൽ ആഡ് ചെയ്തു. അപ്പം അവരുടെ കിണറ്റിൽ വെള്ളം
അവർക്ക് ലഭിച്ചു. ഉണ്ടായിരുന്ന ആ വറ്റൽ മാറി അവർക്ക് വെള്ളം സമൃദ്ധമായി ലഭിച്ചു. അങ്ങനെ ഒരു അത്ഭുതകരമായ ഒരു സാക്ഷ്യമുണ്ട്. ഇതെല്ലാം നമുക്ക് അവർക്കൊക്കെ അത്രയും ഒരു ഡീപ്പായിട്ടുള്ളൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസമാണ് ഇവിടെ എല്ലാം റിഫ്ലക്റ്റ് ആയിട്ട് കാണുന്നത്. നമ്മൾ ഉടമ്പടിയിൽ എത്രത്തോളം വിശ്വസ്തരായിട്ടിരിക്കുന്നോ അപ്പോൾ അത്രത്തോളം നമ്മൾ നടക്കില്ല എന്ന് വിചാരിക്കുന്ന അല്ല അസാധ്യമെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി വലിയ കാര്യങ്ങൾ ഒട്ടും നമുക്ക് ഇമ്പോസിബിൾ എന്ന് തോന്നുന്ന നമ്മുടെ ബുദ്ധിക്കും ശക്തിക്കും അധീനമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഒരു മാതാവിൻ്റെ ആ ഒരു ഇടപെടലുണ്ടാവും. അല്ലെങ്കിൽ ഒത്തിരി വർഷങ്ങളായിട്ട് കിടക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ സ്വത്ത് തർക്കം, സ്ഥലത്തിൻ്റെ പ്രശ്നം, അങ്ങനെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കേസുകൾ, അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഇമ്പോസിബിൾ എന്ന് കരുതുന്ന ആ ഒരു കാര്യത്തിൽ മാതാവിൻ്റെ ആ ഒരു പ്രസൻസ് അല്ലെങ്കിൽ മാതാവിൻ്റെ ആ ഒരു ബ്ലെസ്സിങ് നമുക്ക് ലഭിക്കുന്നു. ഈ വിശ്വാസത്തോടു കൂടി നമ്മൾ ഈ ഉടമ്പടി വസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പ്രസൻസും അനുഗ്രഹവുമാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ വഴിത്തർക്കമുള്ള ആൾക്കാർക്ക് പിന്നെ വീട്ടിലോട്ടുള്ള വഴി ലഭിക്കാതെ അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സമായിരിക്കും. അപ്പം വഴി ലഭിക്കാതെ ഇരുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു. അവർ പ്രാർത്ഥനയോടും കൂടി വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഈ ഉപ്പ് ജസ്റ്റ് അവിടെ ആ ഒരു ചെറിയൊരു പാത്വേ ആയിരുന്നു, അവിടെ ഉപ്പ് വിതറുന്നു. അത്ഭുതകരമായി അവർക്ക് വഴി ലഭിക്കുന്നു. അങ്ങനെയൊക്കെ ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്. അപ്പം അത് അവരുടെ ആ ഒരു വിശ്വാസമാണ്. എത്രത്തോളം നമ്മൾ വിശ്വസ്തരായിരിക്കുന്നോ അത്രത്തോളമാണ് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്ന ആ ഒരു മാതാവിൻ്റെ ഒരു പ്രസൻസും. നമ്മൾ എത്രത്തോളം വിശ്വസ്തരായിക്കൊണ്ട് നമ്മൾ ആ ഉടമ്പടിയിലായിരിക്കുന്നുവോ അത്രത്തോളം നമുക്ക് ആ മാതാവിൻ്റെ അനുഗ്രഹവും ലഭിക്കുന്നു. മാതാവ് ശരിക്കും ഈശോയ്ക്കും നമുക്കും ഇടയിൽ ഒരു മധ്യസ്ഥയായി നിന്നുകൊണ്ട് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഈശോയോട് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കും ഈശോയോട് പറയും, ഇന്നയാൾക്ക് ഇന്നൊരു പ്രശ്നമുണ്ട്, ഈശോയെ നീ അതിനകത്ത് ഇടപെടണം, അവരിങ്ങനെ ഒരു പ്രശ്നത്തിൽ ഒരു സ്ട്രഗിൾ ചെയ്യുവാണ്, അവർക്ക് ഇങ്ങനൊരു സങ്കടമുണ്ട്, ഈശോയെ നീ അതിനകത്തോട്ട് നിൻ്റെ ഒരു പ്രസൻസ് അതിൽ കൊണ്ടുവരണം, നീ അതിനകത്ത് ഇടപെടണം എന്ന് നമുക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കുന്ന ഒരാളാണ് നമ്മുടെ മാതാവ്. അപ്പം ആ മാതാവ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈശോയോട് അവതരിപ്പിക്കും. നമ്മളിപ്പോൾ നിയോഗമായിട്ട് 6 നിയോഗങ്ങൾ ഉടമ്പടിയിൽ പറയുന്നുണ്ട്. അപ്പം മാതാവ് നോക്കും നമ്മൾ ആ ഉടമ്പടിയിൽ വിശ്വസ്തരായി നിന്നുകൊണ്ട് എല്ലാം ചെയ്യുന്നുണ്ടോ, ഇന്നയാൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട്, ഇവരാ ഉടമ്പടി നല്ല രീതിയിലാണ് അതിൽ ചെയ്യുന്നത് എന്ന് മാതാവിന് ഒരു തോന്നൽ വരുമ്പോൾ മാതാവ് അത് ഈശോയോട് പറയുന്നു. നീ ഇന്ന കാര്യത്തിൽ അവരുടെ ആ ഒരു പ്രശ്നത്തിൽ ഇടപെടണം, അവർക്ക് അടയാളങ്ങൾ കൊടുക്കണം എന്ന് മാതാവ് ഈശോയോട് പറയുന്നു. കാനായിലെ കല്യാണത്തിലാണെങ്കിലും മാതാവാണ് ആദ്യം അവരുടെ ഒരു കുടുംബത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് ആദ്യം ഫൈൻഡ് ചെയ്യുന്നത് മാതാവാണ്. അവരുടെ വീഞ്ഞ് തീർന്നു പോയി. അപ്പം മാതാവാണ് ഈശോയോട് പറയുന്നത്, അവർ നാണക്കേടാണ്, വീഞ്ഞു തീർന്നു പോയി, ആൾക്കാരെയൊക്കെ വിളിച്ചിരിക്കുവാണ്. അപ്പോൾ ആ ഒരു കുടുംബത്തിൻ്റെ ആ ഒരു പ്രോബ്ലത്തിൽ ഈശോയെ നീ വന്ന് ഇടപെടണം എന്ന് ഈശോയോട് പോയി രഹസ്യമായിട്ട് മാതാവാണ് പറയുന്നത്. അപ്പം മാതാവ് പറയുന്നതനുസരിച്ച് ഈശോ പറയുന്നു, നമുക്കതിന് സമയമായോ എന്നിങ്ങനെ ഈശോ ചോദിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായ സമയമുണ്ട്. മാതാവ് പറയുന്നു, അതെ ഇപ്പോഴാണ് പ്രവർത്തിക്കേണ്ട സമയം ആയിരിക്കുന്നു എന്ന് മാതാവ് ഈശോയോട് പറയുന്നു. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാതാവ് പറയുന്നത് ജസ്റ്റ് നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യുക. ഈശോ എന്താണോ നമ്മളോട് പറയുന്നത് അതുപോലെ ചെയ്യുക എന്നാണ് മാതാവ് നമുക്ക് തരുന്ന ഒരു അഡ്വൈസ്. നമ്മൾ അത് ചെയ്യുക, ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കുക, ഈശോ പറയുന്നത് പോലെ ചെയ്യുക. ഈശോ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പറയുന്നത് ബൈബിൾ വായിക്കുക, വചനത്തിലൂടെയാണ് ഈശോ നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ വചനം വായിക്കുമ്പോൾ നമുക്ക് ആ ഈശോ പറയുന്ന ഓരോ കാര്യങ്ങളും ഈശോ നമ്മളോട് സംസാരിക്കുവാണ് വചനത്തിലൂടെ. അപ്പോൾ ആ വചനത്തിൽ നമ്മൾ വിശ്വാസത്തോടു കൂടി വചനം വായിക്കുക, പിന്നെ ഈശോ പറയുന്നത് പോലെ ചെയ്യുക, വിശ്വസ്തരായിരിക്കുക, ഉടമ്പടിയിലെ നിബന്ധനകൾ എല്ലാം കറക്റ്റായി പാലിക്കുക. അതുപോലെ ഉടമ്പടിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന നേർച്ച വസ്തുക്കൾ അതിൻ്റേതായ വിശ്വസ്തയോടും കൂടി ഉപയോഗിക്കുക. പർപ്പസ്ഫുള്ളി ഓരോ
നേർച്ച വസ്തുവിനും അതിൻ്റേതായ അത്ഭുതങ്ങളുണ്ട്, അതിൻ്റേതായ പർപ്പസുണ്ട്. ഓരോന്നും അതിൻ്റേതായ ആവശ്യങ്ങളിൽ നിങ്ങൾ ഉപയോഗിക്കുക, പ്രാർത്ഥനയോടു കൂടി ഉപയോഗിക്കുക. അതുപോലെ വിശ്വാസത്തോടു കൂടി ഓരോ നേർച്ച വസ്തുക്കളും ഉപയോഗിക്കുക. നിങ്ങളുടെ ജീവിതത്തിലും ഉറപ്പായും